ഹലോ, നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ നിന്ന് ക്യാമറയിൽ നോക്കിക്കോ ഞാനും കുത്തുന്നതെന്ന്. എല്ലാവരും വ്ളോഗെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നങ്ങ് എടുത്തേക്കാണ്. അപ്പോൾ അത്യാഗ്രഹമാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ 6 മണിക്ക് വെള്ളം വരും, വൈകുന്നേരം 6 മണിക്കും വരും. അപ്പോൾ ഞാൻ മോട്ടർ ഓൺ ചെയ്ത് നേരെ അടുക്കളയിലേക്കാട്ടോ പോയത്. പക്ഷെ അന്നേരമല്ല കേട്ടോ ഞാൻ അടുക്കളയിൽ കയറി, കുറച്ച് മുന്നേ ചെറിയ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെയും മടിച്ച് അവിടെ പോയി കിടന്നതാണ്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ ഭയങ്കര പ്ലാനിങ്ങാണ്. എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കണം, ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഒരു കാര്യം പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്ന് പറഞ്ഞുള്ളതാട്ടോ. കാരണം ഞാൻ ആദ്യം അവനോട് ചോദിച്ചു എനിക്ക് ഡ്യൂട്ടി ഉണ്ടോ എന്ന് വെച്ചാൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് ക്യാമ്പ് ഡ്യൂട്ടി ആണെങ്കിൽ കുഴപ്പമില്ല, വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചോളൂ, ടൈം ഉണ്ടാക്കും ഫുഡാക്കാൻ. അപ്പോൾ രാവിലെ ഒരു 3:50 ആയപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി ചേഞ്ചായി, ഞാൻ പുറത്തേക്ക് പോവാം. അപ്പം ചാടി എണീറ്റ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് എടുക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ വ്ളോഗ് എന്നെല്ലാം പറഞ്ഞ് നിന്നാൽ ചിലപ്പോൾ ഇഡലി ചെന്നിട്ട് തലയിലൂടെ. അപ്പോൾ ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. പിന്നെ രണ്ടാമതും അടുക്കളയിൽ കയറിയിട്ടുള്ള കോപ്രായങ്ങളാട്ടോ ഇതെല്ലാം കാണുന്നത് നിങ്ങൾ. പിന്നെ അതെനിക്ക് പ്രാന്തായിട്ടല്ല, 9 മണിക്ക് മോൾക്ക് പോകണം സ്കൂളിൽ. അപ്പോൾ 4 മണിക്കെല്ലോ ആക്കി ചട്നിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അതിന് മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമതും ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ ടൈമിലാണ് ഞാൻ ആലോചിച്ച് ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഞാൻ എന്തൊക്കെയല്ലേ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നത് അല്ല, ഡെയിലി തന്നെ കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. ഞാനങ്ങനെ ഇഡലിയൊക്കെ ആക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും കൊണ്ട് എൻ്റെ കുഞ്ഞൂന് മിഞ്ഞം കണ്ടിട്ടോ ആളിടയ്ക്കിടയ്ക്ക് ഉണരും. അപ്പോൾ തീരെ സൗണ്ട് കേട്ടുവിടാം. പിന്നെ രണ്ടാമത് ഞാൻ ആളെ ഉറക്കിയിട്ട് പിന്നെ അടുക്കളയിൽ പോയി ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമായിട്ട് ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ സംഭവം. ഞാൻ ഫുഡ് ഞാൻ ഉണ്ടാക്കും, പക്ഷെ എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് ആർക്കുണ്ട് ഈ കുഴപ്പം? ഞാൻ ഫുഡല്ല, പക്ഷെ ഞാൻ ചിലവർ അന്നേരം ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് നടക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാം. അത് എൻ്റെ കുഴപ്പമാണെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കത് ആ സമയത്തൊക്കെ ഈ മോൾ എണീക്കുക അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാകുമോ എനിക്ക് തിരിക്കില്ല കേട്ടോ. അങ്ങനെ മോക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ച് ആ സവർജിയിൽ ഞാൻ വിചാരിച്ച സവർജിയിലാട്ടോ. അത് സവർജിയിലല്ല, ഇത് കാശ്മീരിലുണ്ടാകുന്ന എന്തോ ഫ്രൂട്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ മോളെ ഫുഡെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഞാൻ പോയത് അവളെ ടൈം ടേബിൾ എടുത്ത് വെക്കാനാണ്. ദിവസവും എത്ര ബുക്കാട്ടോ ഉള്ളത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെയൊക്കെ പഠിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് പോലും പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഹിന്ദി, മാത്സ്, ഇംഗ്ലീഷ്, പലതരം ക്രാഫ്റ്റ് വർക്ക് എന്തൊക്കെ തരാമെന്നറിയോ. പിന്നെ അങ്ങനെയെല്ലാം കൂടെ ഓളെ റെഡിയാക്കി ഓളെ എഴുന്നേൽപ്പിക്കലും പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കലൊക്കെയാണ് വലിയ ടാസ്ക്. ഫുഡ് കഴിക്കാൻ ഇതുപോലൊരു മടി, കുറേ ഡിമാൻഡൊക്കെ വെച്ചിട്ടാട്ടോ ആൾ ഫുഡെല്ലാം കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഓളെ പുറപ്പടിക്കാനുള്ളൊരു യുദ്ധമായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറപ്പെടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ നിന്നേരും. എന്നോട് അമ്മ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു, ഞാനൊന്നും കൊടുക്കില്ല കേട്ടോ. പിന്നെ അവളെയും കൂട്ടി ഇറങ്ങാൻ നോക്കി. പിന്നെ ചെറിയ മോൾ ആ സമയത്ത് എഴുന്നേറ്റില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ അവളെ ഞാൻ കൂട്ടയില്ല. മഴയാണ്, പിന്നെ വെയിൽ, ഉച്ചയാകുമ്പോൾ നല്ല വെയിലായിരിക്കും. ഞാൻ ഇവിടെ ഉള്ളൊരു ചേച്ചീനെ ഏൽപ്പിച്ച പോക്ക് വില കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന തമിഴ്നാട്ടുകാരാട്ടോ. അങ്ങനെ ആ ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മോളെയും കൂട്ടി താഴെ ഇറങ്ങി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയാണ്. ഇവിടെ കയറി നമുക്ക് മനസ്സിലാവില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അടയാളം വെച്ചിട്ടൊക്കെയാണ് റൂമിലേക്ക് തിരിച്ചു പോയി. ഇപ്പം അല്ല, ആദ്യം കേട്ടോ. എങ്ങനെയായാലും റൂമിലെത്തും, പാമ്പിന് വഴി അടിച്ചു കൊടുക്കുന്നതിനോട്ടാണ്. പിന്നെ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഓക്കെ, ബൈ.